ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് പ്രിയപ്പെട്ട വേടൻ്റെ ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഭൂമി ഞാൻ വാഴുന്നിടം അത് നമുക്കൊന്ന് റിയാക്റ്റ് ചെയ്യാം. റീസെൻ്റായിട്ട് അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവരുടെ സിലബസിൽ മൈക്കിൾ ജാക്സൻ്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന പാട്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ട് സിലബസിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആദ്യമായിട്ട് ആ പാട്ടിൻ്റെ ലിറിക്സ് കേട്ട് നോക്കിയിട്ട് ലിറിക്സിനെ നമുക്ക് ഒന്ന് ഡീകോഡ് ചെയ്യാനുള്ള ശ്രമം. ഇതിലെ ആദ്യത്തെ വരിയിൽ അദ്ദേഹം സിറിയ നിൻ മാറിലെ മുറിവിൽ ചോരയൊലിപ്പതിൽ ഈച്ചയരിപ്പു എന്നാണ് പറയുന്നത്. സിറിയൻ കലാപത്തെക്കുറിച്ചാണ്. അവിടുത്തെ ഭരണാധികാരിയായിരുന്ന ബഷർ അൽ സദർ എന്നുള്ള പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യപരമായ സ്വേച്ഛാധിപത്യപരമായ ഭരണം അവിടുത്തെ ജനങ്ങളെ വളരെയധികം ദുരിതത്തിലാഴ്ത്തുകയും കഷ്ടത്തിലാഴ്ത്തുകയും കൊടിയ പീഡനങ്ങൾ അവർ അതിലേൽക്കേണ്ടി വരികയും മറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെതിരായിട്ട് നടത്തിയിട്ടുള്ള വിമതരുടെ ഒരു പ്രക്ഷോഭമാണ് 2011 സമയത്ത് ആ പ്രക്ഷോഭം ഉയരാൻ കാരണം അറബ് വസന്തം എന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു വിപ്ലവം. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വിമതർ അതിനെതിരായിട്ട് പ്രക്ഷോഭം നടത്തി. ഈ പ്രക്ഷോഭകാലത്ത് അവകാശങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഒരു ആഭ്യന്തര കലാപവും അതിൻ്റെ പിടിച്ചടക്കലും പട്ടാള അടിച്ചമർത്തലുകളുമാണ് നടന്നിട്ടുള്ളത്. ആ സമയത്ത് ഏകദേശം 5 ലക്ഷത്തോളം ജനങ്ങൾ വധിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ആ വധിക്കാൻ വേണ്ടിയിട്ട് രാസായുധങ്ങൾ പോലും പ്രയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അതിലേറെ, അതായത് 5 ലക്ഷം ആൾക്കാർ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിലേറെ ആൾക്കാർ അവിടെ നിന്ന് പലായനം ചെയ്തു എന്നും പറയുന്നുണ്ട്. അപ്പോൾ അത്രയും ഭയങ്കരമായ ഒരു കലാപമാണ് സിറിയയിൽ നടന്നിട്ടുള്ളത്. അത് ഏകദേശം 2024 ഇപ്പോൾ അതിന് അന്ത്യം കണ്ടിട്ടുണ്ട്. കാരണം അതിൻ്റെ വിമതരായിട്ടുള്ള പട്ടാളക്കാർ ക്യാപിറ്റലിൽ പിടിച്ചടക്കുകയും അങ്ങനെ ഈ ബഷർ അൽ അസദ് എന്ന് പറയുന്ന ആൾ അവിടുന്ന് പലായനം ചെയ്യുകയും റഷ്യയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു കാര്യമാണ് ഈ സിറിയ നിൻ മാറിലെ മുറിവിൽ ചോരയൊലിപ്പതിൽ ഈച്ചയരിപ്പു എന്നുള്ള ആ 2 ലൈനിൽ അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത ലൈൻ നോക്കാം. കൊറിയാവിൻ മീതെ കഴുകന്മാര് പറപ്പു കാവലിരിപ്പു. കൊറിയ എന്ന് പറയുന്നുള്ള ഒരു ഒറ്റയായിട്ട് നിലനിന്നിട്ടുള്ള രാജ്യമാണ്. 1950കളിൽ അവിടെ ഭയങ്കരമായ കലാപം നടക്കുകയും ആ കലാപത്തിൻ്റെ ഭാഗമായിട്ട് നോർത്ത് കൊറിയയിൽ നിന്നും സൗത്ത് കൊറിയയിൽ നിന്നും 2ആയിട്ട് വിഭജിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ നോർത്ത് കൊറിയ സൗത്ത് കൊറിയ 13 ആൻഡ് പാരലൽ എന്നുള്ള ഒരു ലൈനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വിഭജിക്കപ്പെട്ടു നിൽക്കുകയാണ്. ഒരു ഭാഗം, അതായത് സൗത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യം ജനാധിപത്യ വിശ്വാസങ്ങളുടെ വെറുതെ അവിടെ ജീവിക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നോർത്ത് കൊറിയ എന്ന് പറയുന്നത് മനുഷ്യനോ മനുഷ്യൻ്റെ അവകാശങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഒരു ഭരണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഭരണാധികാരിയായ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കിങ് ജോങ് ഉൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്വേച്ഛാധിപത്യം വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ഭരണാധികാരി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ കൊടിയ പീഡനമാണ് ആ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യാവകാശത്തിന് ലേശം പോലും വില കൽപ്പിക്കാത്ത രാജ്യം ആ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ തടവറകൾ, അതായത് ഈ ഭരണാധികാരിക്കെതിരായിട്ടോ ഭരണത്തിനെതിരായിട്ടോ ശബ്ദമുയർത്തുന്ന ആരെയും പിടിച്ച് തടവിലിടും. ആ തടവിൽ അനുഭവിക്കപ്പെടുന്ന യാതനകളെന്ന് പറഞ്ഞാൽ അതിക്രൂരമാണ്. നോർത്ത് കൊറിയൻ്റെ തടവറകളിൽ അവിടെ പട്ടിണിക്കിട്ട് കൊല്ലുക, സ്ത്രീകളാണെങ്കിൽ ബലാത്സംഗത്തിന് ഇരയാകേണ്ടി വരിക, അതിക്രൂരമായ പീഡനങ്ങളും മറ്റും നടക്കുന്ന ഒരു ഏരിയയാണ് ഈ നോർത്ത് കൊറിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ നോർത്ത് കൊറിയയിലെ കാര്യമാണ് കേരള ആ ഒരു വരി കൊറിയാവിൻ മീതെ കഴുകന്മാർ പറപ്പു കാവലിരിപ്പു. കഴുകന്മാർ പറക്കണമെങ്കിൽ എന്താണ്, മൃതശരീരങ്ങളുള്ള സ്ഥലത്തല്ലേ കഴുകന്മാർ പറക്കുകയുള്ളൂ. മതമിരുളിൽ ഭാരതാംബയോ വെട്ടം തേടി അലഞ്ഞു നടപ്പു. ഭാരതത്തിൽ മതത്തിൻ്റെ കാര്യത്തിൽ നടന്നിട്ടുള്ള കലാപങ്ങളെക്കുറിച്ചും വിപ്ലവങ്ങളെക്കുറിച്ചും ഒന്നും നമ്മളധികം പറയേണ്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അത് അടുത്ത ലൈൻസ് കേട്ട് നോക്കാം. മെക്സിക്കൻ കനവുകളായിരം ഒരു മതിലാലെ ആര് തടുപ്പു. അമേരിക്കയുടെയും മെക്സിക്കോയുടെയും അതിർത്തിയിൽ ഒരു മതിൽ പണിയുന്നതിനെക്കുറിച്ചാണ്. ഏകദേശം 3218 കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന അതിർത്തിയാണ് അമേരിക്കയ്ക്കുള്ളത്. അതിൽ മെക്സിക്കോയുമായിട്ട് വലിയൊരു പങ്ക് അതിർത്തി
പങ്കിടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ കൂടി കൂടുതലായിട്ടും കടന്നു വരും. അമേരിക്ക എന്ന് പറയുന്ന ഏതൊരാളുടെയും സ്വപ്ന രാജ്യമാണല്ലോ. അപ്പോൾ ആ രാജ്യത്തേക്ക് കുടിയേറ്റക്കാർ വളരെയധികം കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ മയക്കുമരുന്നും മറ്റും കടന്നു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുടിയേറ്റ പ്രശ്നവും അമേരിക്കക്കാർക്ക് കൂടുതലായിട്ടും അവരുടെ ജനങ്ങൾക്ക് കൂടുതൽ തൊഴിലും മറ്റു കാര്യങ്ങൾ ലഭിക്കുന്നതിനും മറ്റും ആയിട്ട് അവരുടെ ഒരു നയതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് മെക്സിക്കോയുമായിട്ടുള്ള അതിർത്തി ഭാഗങ്ങൾ വേലി മതിൽ പണിയുന്നതുമായിട്ട് സംബന്ധിച്ച് നയങ്ങൾ രൂപീകരിക്കുകയും അതിന് പണി ഏർപ്പെടുകയും ചെയ്തു. അപ്പോൾ നിയറസ്റ്റ് ഡൊണാൾഡ് ട്രംപാണ് അതിന് കൂടുതലായിട്ടും നയങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ലങ്കയിൽ പുലികൾ ഇനിയും ദാഹം മാറാതെ ഓടി നടപ്പൂ. ശ്രീലങ്കൻ കലാപത്തെക്കുറിച്ചൊന്നും അധികം നമുക്ക് വിശദീകരിക്കേണ്ട കാര്യം വരുന്നില്ല, എല്ലാവർക്കും അറിയാം. സിംഹള വംശജരായ ശ്രീലങ്കൻ ബുദ്ധിസ്റ്റ് മതത്തിൽ വിശ്വസിക്കുന്നവരും തമിഴ് സംസാരിക്കുന്ന തമിഴ് വംശജരും തമ്മിലുള്ള ആഭ്യന്തര കലാപമാണ് ശ്രീലങ്കയിൽ നടന്നിട്ടുള്ളത്. അത് തമിഴ് വംശജരായിട്ടുള്ള ആളുകൾ അവർക്ക് സ്വന്തമായ സ്വയംഭരണ രാജ്യം വേണം എന്നുള്ളതാണ് LTT രൂപീകരിച്ചുകൊണ്ടുള്ള ആവശ്യം അവർ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ശ്രീലങ്കയിലെ കലാപത്തിന് ഇനിയും ഒരു അറുതി വന്നിട്ടില്ല എന്ന് വേടൻ ആ വരികളിലൂടെ സൂചിപ്പിക്കുന്നു. കാരണം അദ്ദേഹത്തിന് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിന് അത് എല്ലാവരും പറയുന്ന വിവാദപരമായ ശ്രീലങ്കൻ ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു ശ്രീലങ്കൻ വംശജയാണ്. അടുത്തത് പറയുന്നത് കോങ്കോ നിൻ കനികളിൽ കുരുന്നു ജീവൻ നൊന്തു മരിപ്പൂന്നാണ്. ആഫ്രിക്കയിലെ ഒരു രാജ്യമായ കോങ്കോയുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് കൂടുതലായിട്ടും സംഭാവന ചെയ്യുന്ന കൊബാൾട്ട് ഖനികളാണ്. മാതാപിതാക്കൾ പണിയെടുക്കുന്നതോടൊപ്പം കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളും കൂടെ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. 6-നും 15-നും ഇടയ്ക്ക് ജോലി ചെയ്യുന്ന ഏകദേശം 40,000-ഓളം കുഞ്ഞുങ്ങൾ അവിടെ ജോലി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പലപ്പോഴും ഖനികളിലേക്ക് മറ്റും ഇറങ്ങിച്ചെന്ന് ജോലി ചെയ്യാൻ ഇത്രയും യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളില്ലാതെ ജോലി ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ജീവൻ നഷ്ടപ്പെടുകയും പല അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. വില നിരോധനമുള്ള നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണല്ലേ. ഇതാണ് എൻ്റെ ഭൂമി, ഞാൻ താമസിക്കുന്ന എൻ്റെ ഭൂമി ഇതാണ്. മനുഷ്യൻ്റെ അവകാശങ്ങൾക്ക് ലംഘനമുള്ള സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാൻ അവകാശമില്ലാത്ത അല്ലെങ്കിൽ അവകാശം നാടായി മാറിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ഭൂമി എന്ന് പറയുന്നു. അതിൻ്റെ ഓരോ ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിക്കുകയാണ് അത്രയും വരികളിലൂടെ. അടുത്തത് നമുക്ക് അദ്ദേഹം ഇതിനെ ബാല്യങ്ങൾ കൂടി നീര് തേടി പല കാതങ്ങൾ താണ്ടി ഹിമാലയയിൽ ഏറ്റവും അധികം വരൾച്ച നേരിടുന്നതും അതുപോലെ തന്നെ മാലിന്യ പ്രശ്നങ്ങൾ ഏറ്റവും അധികം അനുഭവിക്കുന്നതുമായിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അവിടെ കുടിനീര് എടുക്കാൻ വേണ്ടിയിട്ട് കിലോമീറ്ററോളം പാത്രങ്ങൾ കൊണ്ട് പോകുന്ന അവസ്ഥയാണ്. മ്യാൻമാറിൽ ബുദ്ധൻ ആയുധമേന്തി ചോര മോന്തിയതാണ്. മ്യാൻമാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പണ്ട് ബർമ്മ എന്നറിയപ്പെട്ടിരുന്ന നമ്മുടെ ഒരു അയൽ രാജ്യം തന്നെയാണ് മ്യാൻമാർ എന്ന് പറയുന്നത്. ആങ് സാങ് സൂചിയെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ കുടിയേറിയിട്ടുള്ള റോഹിംഗ്യൻ വംശജരായിട്ടുള്ള ജനങ്ങൾക്കെതിരായിട്ട് ഈ ബുദ്ധിസ്റ്റ് വംശജരായിട്ടുള്ള സ്വദേശീയർ ഭയങ്കരമായ പീഡനങ്ങളാണ് നടത്തിയത്. ഈ കുടിയേറ്റം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ നടന്നിട്ടുള്ള കാര്യങ്ങളല്ല. നൂറ്റാണ്ടുകൾക്ക് മുന്നേ അവർ കുടിയേറിയിട്ടുള്ളവരാണ് ഈ റോഹിംഗ്യൻ വംശജരായിട്ടുള്ള. അവർ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരും കൂടിയാണ്. അപ്പോൾ അവർ ഈ തദ്ദേശീയരായിട്ട് മ്യാൻമാറീസ് പറയുന്നത് ഈ റോഹിംഗ്യൻ വംശജരെന്ന് പറയുന്നത് ഇവർ ബംഗാളിൽ നിന്ന് കുടിയേറി വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് അവർക്ക് നേറ്റീവായിട്ട് അവിടെ ജീവിക്കാനോ ഒരു കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ സ്ഥലം വാങ്ങിക്കാനോ ഒരു വീട് വയ്ക്കാനോ അങ്ങനെയുള്ള യാതൊരു അവകാശവും ഭരണകൂടം ഇവർക്ക് അനുവദിച്ചു കൊടുക്കുന്നില്ല. അവരെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് തുരത്തുക എന്നുള്ളതാണ്. അവിടെ മനുഷ്യാവകാശ ലംഘനമാണ് അവിടെ നടക്കുന്നത്. ആ ഒരു അത്രയും ക്രൂരമായ ഒരു അവസ്ഥയാണ് ഈ റോഹിംഗ്യൻസ് ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് വരച്ച് കാണിക്കാനാണ് താല്പര്യപ്പെടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആമസോൺ വീര നിന്നുടെ മാറു തുളഞ്ഞതിൽ കാട് കരഞ്ഞു എന്നാണ്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് ആമസോൺ കാടെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കയ്യേറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് പട്ടാള ക്യാമ്പുകളിൽ അതിനകത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ആമസോൺ എന്ന് പറഞ്ഞൊരു പ്രത്യേക ആവാസ വ്യവസ്ഥയുള്ള വളരെയധികം ജൈവ വൈവിധ്യമുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ മഴക്കാടെന്ന് പറയുന്നത് ലോകത്തിൻ്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ഇതാണ്. അവിടേക്ക് തീ കത്തുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഏരിയ കുറയുകയോ ചെയ്യുമ്പോൾ ലോകത്തെ അത് ബാധിക്കും. ലോകത്തിൻ്റെ കാലാവസ്ഥ വ്യതിയാനത്തിന് തന്നെ കാരണമാകും. അത്രയും ഒരു ഏരിയയിൽ തീ കത്തിയപ്പോൾ തന്നെ നമ്മുടെ കാലാവസ്ഥയിൽ ചൂട് കൂടുന്നുണ്ട്. തന്നെയല്ല
ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആമസോൺ കാടുകളിൽ ഏകദേശം 200 ഗോത്രങ്ങളിലുള്ള ആളുകൾ, ആദിവാസികൾ അതിനകത്ത് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു സംസ്കാരം, സംസ്കൃതിയൊക്കെ ഈ ഒരു കടന്നുകയറ്റം കൊണ്ട് വളരെയധികം പിന്നെ മോശമാക്കപ്പെടുന്നു. തന്നെയല്ല, ഈ പട്ടാളക്കാരുടെ ക്യാമ്പ് വന്നത് മൂലം പല മനുഷ്യ അവകാശ ലംഘനങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എടുത്തു പറയുന്നില്ല എന്തൊക്കെയാണെന്നുള്ളത്, നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ലോകത്തിൻ്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ ശുഷ്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു പ്രദേശത്തെയോ അല്ലെങ്കിൽ ബ്രസീൽ പോലുള്ള രാജ്യത്തെ മാത്രമല്ല, ലോകത്തെ മൊത്തത്തിൽ ബാധിക്കും. ആ വരികളിൽ പറയുന്നത്, ആഫ്രിക്കൻ പോർക്കളങ്ങളിൽ ആൺമകൻ ഉയിരിനായി അമ്മ കരഞ്ഞു. ആഫ്രിക്കയിലെ ആഭ്യന്തര കലാപത്തിൽ പോലും പിന്നെ നിർബന്ധിത സേനാ വിന്യാസത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു കാര്യമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത ലൈനിൽ പറയുന്നത് ഭയങ്കരമായ ഒരു പാരിസ്ഥിതിക പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. ആർട്ടിക്കിൽ പനിമലയുരുകി കടൽ കുറഞ്ഞതിൽ പിന്നെ കരകൾ മറഞ്ഞു എന്നുള്ളതാണ് ഭയങ്കരമായ ഒരു പാരിസ്ഥിതിക പ്രശ്നം. നമുക്കറിയാം, ആർട്ടിക്ക് ധ്രുവത്തിലെ മഞ്ഞുമലകൾ ഉരുകി ഒരു വർഷത്തിൽ 12% മഞ്ഞുമലകൾ ഉരുകുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് നടക്കുന്ന പഠനങ്ങളിൽ പറയുന്നത് അവിടെ ഉരുകുന്ന മഞ്ഞുമലകൾ പിന്നെ വേനൽക്കാലത്ത്, സമ്മറിൽ ഉരുകുന്ന മഞ്ഞുമലകൾ കുറച്ച് ഭാഗം റിട്ടേൺ ചെയ്യപ്പെടും ശൈത്യകാലത്ത്. പക്ഷേ ഇപ്പോഴങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ആ മഞ്ഞുമല അങ്ങനെ ഉരുകി ഇതിൻ്റെ ഇത്രയും ആർട്ടിക്ക് ആ ധ്രുവപ്രദേശം ഇല്ലാതാവും. അങ്ങനെ വരുന്ന സമയത്ത് തന്നെ ആർട്ടിക് കടലിൻ്റെ സമീപ പ്രദേശങ്ങളിലെ രാജ്യങ്ങളിൽ ജലനിരപ്പ് ഉയരുകയും കര കടലെടുക്കുകയും അങ്ങനെ കരകൾ ഇല്ലാതാവുകയും അതുമൂലം ഭയങ്കരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകും. കടലിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആർട്ടിക്കിൽ തന്നെ ഭയങ്കര ജൈവവിദ്യമുള്ള മഞ്ഞ് പ്രദേശങ്ങൾ ജീവിക്കുന്ന ജീവജാലങ്ങൾ ഇല്ലാതാവുന്നു. അത് ഭയങ്കരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്. കാലാവസ്ഥ വ്യതിയാനം, ചൂട് കൂടും, ഉഷ്ണക്കാറ്റുകൾ ഉണ്ടാകാം, പല കാടുകളും കത്താം, ഒത്തിരി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഈ ഒരൊറ്റ വിഷയത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട്. ന്യൂയോർക്കിൻ മണ്ണിൻ മകലിൽ മൂച്ചു നിലച്ചതിൽ പോര് നടന്നു എന്ന് പറയുന്നുണ്ട്. റേസിസം സംബന്ധിച്ചിട്ട് ആ ഒരു സമയത്ത് ന്യൂയോർക്കിലൊരു കൊലപാതകം നടന്നു എന്ന് ആ ഒരു കാര്യം എനിക്ക് ട്രേസ് ചെയ്യാൻ പറ്റിയില്ല. അതാണെന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ ഓർമ്മ പലസ്തീനിൽ പല നൂറായി പലായിരം ഒരു പതിവായി മാറി. ഇപ്പോഴും അയവ് വന്നിട്ടില്ലല്ലോ അല്ലേ? നമ്മൾ റീസെൻ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. പലസ്തീൻ ഇസ്രായേൽ പ്രശ്നങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പലായനം, അവിടെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളുടെയും മനുഷ്യരുടെ അവസ്ഥയും നമുക്കൊന്ന് ആലോചിക്കാം. ബങ്കറിലൊക്കെ നാളുകൾ ജീവിക്കുന്നത് അല്ലേ? അധികം വെള്ളം കുടിക്കാതെ നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും, ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കഴിച്ചുകൊണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു പ്രശ്നമാണ് അദ്ദേഹം അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്ത ലൈനിൽ ചീന നിൻ ചെങ്കൊടി താഴെ ഖുറാൻ എരിഞ്ഞതിൽ മണം പരന്നു. ചൈനയിലെ മുസ്ലിം വംശജരായ ചൈനയിലെ വടക്ക് പടിഞ്ഞാറൻ സിൻജിയാങ് എന്ന് പറയുന്ന പ്രദേശത്ത് വസിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളാണ്. അവർ മുസ്ലിം വംശജരാണ്. അതുകൊണ്ട് തന്നെ ഒക്കെ കൊണ്ടുപോയി കത്തിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കുട്ടികളെയും മറ്റും വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ എന്നുള്ള രീതിയിൽ ഒരു തുറങ്കൽ പോലെയുള്ള ഏരിയയിലേക്ക് വിടുകയും ഭയങ്കരമായ വേറെ രീതിയിലുള്ള പഠനങ്ങളും മറ്റും പഠിപ്പിക്കുകയും ചെയ്തു കൊടുക്കുന്നു എന്നൊക്കെയാണ്. മനുഷ്യാവകാശ ധ്വംസന പ്രവർത്തനങ്ങളാണ് പറയുന്നത്. മലാക്കിൻ കണ്ണീർ വീണതിൽ എന്നെ പെറ്റതായി ഭൂമി കരഞ്ഞു. മലാക്ക് എന്ന് പറയുന്നത് മലാക്ക് കടലിടുക്കിനെ കുറിച്ചിട്ടാണ്. സമുദ്രവും ഇന്ത്യൻ സമുദ്രവും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ചെറിയ കടലിടുക്കാണ് മലാക്ക് കടലിടുക്ക് എന്ന് പറയുന്നത്. അതിലൂടെ ആണ് കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളൊക്കെ ആയിട്ട് നോർത്ത് ഈസ്റ്റിൽ നിന്നൊക്കെയുള്ള എണ്ണയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നു. അവിടെ ഏകദേശം 90,000 കപ്പലോളം ഒരു വർഷം ട്രാവൽ ചെയ്യുന്നു. ഭയങ്കരമായ ട്രാഫിക്കാണ് അവിടെ. ഇപ്പോൾ കൊളീഷൻ നടക്കുകയും പലതും അപകടങ്ങൾ നടക്കുന്നു, എണ്ണ കടൽ വ്യാപിക്കുന്നു, അതോടെ മത്സ്യസമ്പത്ത് കുറയുന്നതിന് കാരണമാകുന്നു. അതെല്ലാം മൂലം പ്രകൃതിക്ക് ഭയങ്കരമായ ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ തന്നെയല്ല, അവിടെ കൊള്ളക്കാരും മറ്റും കൂടുതലായിട്ട് കടൽ കൊള്ള നടക്കുന്നു. അങ്ങനെ ഒരു വല്ലാത്ത ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് എനിക്ക് വായിച്ചതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്ക് കേട്ടു. അടുത്ത ലൈൻ നമുക്ക് കേട്ടു നോക്കാം.
കാത് തിരഞ്ഞു എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് അത്രയും കറക്റ്റായിട്ടൊന്ന് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അസിഫയിൻ അരയുറയ്ക്കുവാൻ ഭഗവാൻ പോലും കാവലിരുന്നു എന്നുള്ള വരിയാണ്. ആ ഒരു വരി വായിക്കുമ്പോൾ, ഇനി വരുന്ന ഈ 2 വരി വായിക്കുമ്പോൾ ഭയങ്കരമായ സങ്കടം മനസ്സിൽ തികട്ടി നിൽക്കുന്ന ഒരു വരിയാണ്. നമുക്കാർക്കും മറക്കാൻ സാധിക്കാത്ത ഒരു ഹത്വാ പീഡനം. മറക്കാൻ സാധിക്കുമോ? ആസിഫ ബാനു എന്ന് പറയുന്ന 8 വയസ്സുള്ള കേവലം 8 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ, അതെവിടെയായിരുന്നു, ജമ്മുവിലെ കത്വയിലെ റസാന എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഉള്ള ഒരു 8 വയസ്സുള്ള ഒരു പിഞ്ചു ബാലിക. അവൾ കുതിരയെ മേയ്ക്കാൻ പോയിട്ട് തിരിച്ചു വന്നില്ല എന്നുള്ള കാരണം പിന്നീടാണ് കണ്ടെത്തിയത്. ഈ കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുപോയി അവിടുത്തെ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി തടയിൽ വെച്ച് അതിക്രൂരമായ പീഡനങ്ങൾ, ബലാത്സംഗം, കൂട്ടമാനഭംഗം, ബലാത്സംഗം നടത്തി മയക്കുമരുന്നും മറ്റും അതിനെ കുത്തിവെച്ച് അതിനെ കഴുത്ത് ഞെരിച്ച് കൊന്ന് മരണം ഉറപ്പാക്കാൻ കല്ലുകൊണ്ട് എൻ്റെ തലയിലടിച്ച് അതിഭയങ്കരമായൊരു പീഡനമാണ് ആ കേവലം 8 വയസ്സുള്ള കുഞ്ഞ് ഒരു ക്ഷേത്രത്തിനകത്ത് വെച്ച് അനുഭവിക്കേണ്ടി വന്നത്. ആ ഒരു കാര്യമാണ് ഭഗവാൻ പോലും കാവലിരുന്നു എന്നുള്ള വരിയിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അടുത്ത വാക്കാണ് ഐലനിൽ കുഞ്ഞിൽ കാലുകൾ കണ്ണീർ കഴനിൽ ആഴമടന്നു. ഈ ഐലൻ ഖുർദി എന്ന് പറയുന്നിട്ടുള്ള കുഞ്ഞിനെ ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ? നമ്മൾ സിറിയൻ കലാപത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞു. അപ്പോൾ ആ സിറിയൻ കലാപത്തിൽ ആ ഒരു സമയത്ത് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി, യൂറോപ്പിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി മെഡിറ്ററേനിയൻ കടൽ വഴി ബോട്ടിൽ പോയിട്ടുള്ള 10-12 പേര് മുങ്ങി മരിച്ചൊരു സംഭവമാണ്. ഐലൻ ഖുർദി എന്ന് പറയുന്ന കുഞ്ഞിന് 2 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അവൻ്റെ അമ്മ റിഹാൻ, ചേട്ടൻ ഖാലിദിന് വെറും 5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എത്രമാത്രം സന്തോഷത്തിലും സേഫ്റ്റിയിലും ജീവിക്കുമ്പോൾ ഇങ്ങനെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഈ ലോകത്തുണ്ട്. അവർ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ വേണ്ടി യൂറോപ്പിലേക്ക് പലായനം ചെയ്യുകയാണ്. ആ പലായനം ചെയ്ത ബോട്ട് മുങ്ങി ഈ കുഞ്ഞുങ്ങളും അതോടൊപ്പം ഈ 12 പേരും മരിക്കുന്നു. അത് നമ്മുടെ മുന്നിലേക്ക് എത്താൻ കാരണം എന്ന് പറഞ്ഞാൽ തുർക്കിയിലെ ബ്രോഡം എന്ന് പറയുന്നിട്ടുള്ള കടൽ തീരത്താണ് ഈ ഐലൻ ഖുർദിയുടെ മൃതദേഹം വന്നടിയുന്നത്. കമന്ന് കിടക്കുന്ന രീതിയിൽ ചുവന്ന ടീഷർട്ട് ഇട്ടുള്ള ഒരു പൊടി കുഞ്ഞ് അവൻ വന്ന് കിടക്കുന്നത്. ആ ഒരു ഫോട്ടോ ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് നിലൂഫർ ഡെമീർ എന്ന് പറയുന്ന ഒരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ്. ആ ലേഡിയാണ് അത് കൊണ്ടുവന്നത്. അങ്ങനെയാണ് നമ്മളെല്ലാവരും അറിഞ്ഞത്. ഈ ഐലൻ ഖുർദിയുടെ കാര്യവും ഈ ആസിഫ ബാനുവിൻ്റെ കാര്യമൊക്കെ നമുക്ക് ജീവനുള്ളിടത്തോളം മറക്കാൻ സാധിക്കാത്ത മനുഷ്യ മനസ്സിലെ നോവുകളാണ്. അതൊക്കെയാണ് വേടൻ തൻ്റെ വരികളിലൂടെ മനുഷ്യൻ്റെ മുന്നിലേക്ക് ഇട്ട് തരുന്നത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് പറയും, ഇതാണ് ഞാൻ താമസിക്കുന്ന ഭൂമി എന്ന് വിളിച്ച് അലറി പറയുന്നതിൻ്റെ കാര്യം എന്താണ്? ഞാൻ വസിക്കുന്ന ഈ ഭൂമി എന്ന് പറയുന്നത് അവരുടെ മനുഷ്യ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന ഭൂമിയാണ്. സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഭൂമിയാണ്. ഈ ഭൂമിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അനുദിന നരകമായി മാറുന്നിടം, അല്ലേ? ജനിച്ച നാടിൻ്റെയോ അല്ലെങ്കിൽ ജനിച്ച മതത്തിൻ്റെയോ കളറിൻ്റെയോ ഒരിക്കലും മനുഷ്യനെ തരംതിരിച്ച് മാറ്റി നിർത്തരുത്. ലോകത്തിലെ പല ഭാഗങ്ങളിൽ നടക്കുന്ന മനുഷ്യാവകാശ വിധ്വംസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേടൻ ഇതിനോട് ശ്രമിച്ചിട്ടുണ്ട്. ഞാനൊരു ബിഗ് സല്യൂട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരുന്നതും അത് തന്നെയല്ല, അതിനെക്കുറിച്ച് ഗാഢമായി പഠിച്ചിട്ടാണ് ചെറിയ ചെറിയ വരികളിലേക്ക് അതിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പരിമിതമായ അറിവിൽ അത് ഒന്ന് ഈ പാട്ടിനെ ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. മറ്റൊന്നുമില്ല. ഓക്കെ.